ഹായ്, വെൽക്കം ടു അൾട്ടിമേറ്റ് ആൻസേഴ്സ്. അൾട്ടിമേറ്റ് ആൻസേഴ്സിന്റെ അടുത്ത ക്ലാസ് ആണ്. നമ്മൾ 9th സ്റ്റാൻഡേർഡിന്റെ കെമിസ്ട്രി ചാപ്റ്റർ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ചാപ്റ്റർ 1 ആയിട്ടുള്ള ആറ്റോമിക് സ്ട്രക്ചർ അഥവാ സ്ട്രക്ചർ ഓഫ് ആറ്റം ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് പാർട്ട് 4 ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത് ബോർ ആറ്റം മോഡലാണ്. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇനി ഈ ചാപ്റ്ററിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് കാണാത്തവർ എന്ത് ചെയ്യുക? പാർട്ട് 4 വരെ കണ്ടതിന് ശേഷം ഈ ഒരു ക്ലാസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ നമുക്ക് ക്ലാസ്സസ് തുടങ്ങാം. അപ്പോൾ ഇന്ന് തുടങ്ങുന്നത് ആദ്യം നമ്മൾ അറ്റോമിക് നമ്പർ, മാസ് നമ്പർ എന്താണെന്നുള്ളതാണ് ക്ലിയർ ആക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ചിലപ്പോൾ നിങ്ങളൊക്കെ ചെറിയ ക്ലാസ്സിലൊക്കെ 8th പഠിച്ചിട്ടുണ്ടാവും അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ മാസ് നമ്പർ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പം അതെന്താണെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ ഏതൊരു ആറ്റം എടുത്താലും അതിന് എന്തുണ്ടാവും? ഒരു അറ്റോമിക നമ്പറും ഉണ്ടാവും, മാസ് നമ്പറും ഉണ്ടാവും. അപ്പം അറ്റോമിക നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ്റത്തിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, എത്ര നമ്പർ ആണ് ഉദ്ദേശിക്കുന്നത്? ഇലക്ട്രോണിന്റെ നമ്പർ, നമ്പർ ഓഫ് ഇലക്ട്രോൺ, ഇലക്ട്രോണിന്റെ എണ്ണത്തെയാണ് നമ്മൾ എന്ത് പറയാ? അറ്റോമിക നമ്പർ. അല്ലെങ്കിൽ പ്രോട്ടോണിന്റെ എണ്ണം, പ്രോട്ടോണിന്റെ എണ്ണം. ഇലക്ട്രോണിന്റെ എണ്ണം പറയാം, അല്ലെങ്കിൽ പ്രോട്ടോണിന്റെ എണ്ണം, രണ്ടും സെയിം ആണ്. അപ്പൊ ഏതൊരു ആറ്റം എടുത്താലും അതിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണവും പ്രോട്ടോണിന്റെ എണ്ണവും തുല്യമായിരിക്കും, ഈക്വൽ ആയിരിക്കും. അത് എത്രയാണോ അതിനെ പറയുന്നതാണ് എന്ത്? അറ്റോമിക നമ്പർ. ഇനി അടുത്തതാണ് മാസ് നമ്പർ. മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു ആറ്റത്തിന്റെ കേന്ദ്രം അല്ലെങ്കിൽ സെന്ററിൽ ആരൊക്കെയുണ്ട്? പ്രോട്ടോൺ ഉണ്ടാവും, ന്യൂട്രോൺ ഉണ്ടാവും. രണ്ടിനെയും കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഡിസ്കവറി ഒക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. അപ്പം ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിലുള്ള ഈ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും സം, അതിന്റെ എണ്ണത്തിന്റെ ടോട്ടൽ എത്രയാണോ അതാണ് എന്ത്? മാസ് നമ്പർ എന്ന്. ഓക്കെ, അപ്പൊ മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ. ഇനി അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ, അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടോണിന്റെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ എണ്ണം. പ്രോട്ടോണിന്റെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ എണ്ണമാണ് അറ്റോമിക നമ്പർ അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ. ഇംഗ്ലീഷിൽ നമ്മൾ അറ്റോമിക് നമ്പർ എന്നാണ് പറയുക, മലയാളത്തിൽ പറയുമ്പോൾ അറ്റോമിക നമ്പർ. ക്ലിയർ ആയോ? അപ്പൊ പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആണ് എന്ത്? മാസ് നമ്പർ. മാസ് നമ്പർ നമ്മൾ ന്യൂക്ലിയസിനുള്ളിലുള്ള രണ്ടാൾക്കാരാണ് പ്രോട്ടോണും ന്യൂട്രോണും. അവരുടെ എണ്ണം എത്രയാണോ അതിന്റെ സമ്മാണ് നമ്മുടെ മാസ് നമ്പർ എന്ന് പറയും. ഓക്കെ, ഞാനത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് മാസ് നമ്പർ, എന്താണ് അറ്റോമിക് നമ്പർ എന്ന് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, ഒരു ഇക്വേഷൻ ഫോമിൽ കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അറ്റോമിക് നമ്പർ ഇസ് ഈക്വൽ ടു പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം. ഇനി മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണുകളുടെ എണ്ണം പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണം. അല്ലെങ്കിൽ എങ്ങനെ പറയാം? പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ അത് എന്ത് തന്നെയാണ്? അറ്റോമിക നമ്പർ. അറ്റോമിക നമ്പർ പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണം, അങ്ങനെ വേണമെങ്കിലും പറയാം. നിങ്ങൾ കൂടുതലായിട്ടൊന്നും ആലോചിച്ച് വെക്കേണ്ട. നിങ്ങൾ മാസ് നമ്പർ എന്ന് കേട്ടാൽ എത്ര പ്രോട്ടോൺ ഉണ്ട്, എത്ര ന്യൂട്രോൺ ഉണ്ട്, രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. ഇനി അഥവാ നമുക്ക് പ്രോട്ടോണിന്റെ എണ്ണം അറിയാം, മാസ് നമ്പറും അറിയാം, ന്യൂട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? മാസ് നമ്പർ ഈക്വൽ ടു പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആണ്. ന്യൂട്രോൺ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ മാസ് നമ്പർ മൈനസ് പ്രോട്ടോൺ ചെയ്താൽ മതി. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ന്യൂട്രോണുകളുടെ എണ്ണം ഇസ് ഇക്വൽ ടു മാസ് നമ്പർ മൈനസ് പ്രോട്ടോണുകളുടെ എണ്ണം, അല്ലെങ്കിൽ മാസ് നമ്പർ മൈനസ് അറ്റോമിക നമ്പർ. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ശരി, ഇനി അടുത്തത് നമ്മൾ ഈ അറ്റോമിക നമ്പറും
മാസ് നമ്പറും നമ്മൾ ഒരു ആറ്റത്തിൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. നോക്കുക, നമ്മുടെ ആറ്റം എന്ന് പറയുന്നത് എ എന്നുള്ളൊരു ആറ്റമാണ് നമ്മുടെ ആറ്റം. ഇതിന്റെ അറ്റോമിക് നമ്പർ റെപ്രസെന്റ് ചെയ്യേണ്ടത് സെഡ് വെച്ചിട്ടാണ്. അറ്റോമിക് നമ്പർ എന്ത് വെച്ചിട്ടാണ് റെപ്രസെന്റേഷൻ? സെഡ് വെച്ചിട്ടാണ്. മാസ് നമ്പർ എന്ന് പറയുന്നത് എ വെച്ചിട്ടാണ്. നമ്മൾ എ എന്നുള്ള ആറ്റം എടുക്കണ്ട, എക്സ് എന്നുള്ള ഒരു ആറ്റം എടുക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ മാറിപ്പോ. എക്സ് എന്നുള്ള ഒരു ആറ്റത്തിന്റെ മാസ് നമ്പർ എയും അറ്റോമിക് നമ്പർ സെഡും ആണെങ്കിൽ നമ്മൾ ആറ്റം എഴുതുന്നു. അതിന്റെ ലോവർ പാർട്ടിൽ എന്തെഴുതാ? ഇവിടെയായിട്ട് സെഡ് കൊടുക്കുക, ഇവിടെയായിട്ട് എ കൊടുക്കുക. അങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കാണാം. ക്ലോറിന്റെ ഇതെന്തായിരിക്കും? അപ്പം 17 എന്നുള്ളത് സെഡ് വാല്യൂ അറ്റോമിക് നമ്പറും 35 എന്നുള്ളത് മാസ് നമ്പറും ആണ്. ഓക്കെ, ഇങ്ങനെയായിരിക്കും എക്സാമിന് തരിക നിങ്ങളോട്. എന്നിട്ട് പ്രോട്ടോണിന്റെ എണ്ണം എത്രയാണ്, ഇലക്ട്രോൺ എത്രയാണ്, ന്യൂട്രോൺ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, താഴെയുള്ളത് എന്താണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന? അറ്റോമിക് നമ്പറിനെയും മുകളിലുള്ളത് മാസ് നമ്പറിനെയുമാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കൂ. ഇവിടെ തന്നിരിക്കുന്നത് ക്ലോറിൻ ആണ്. അതിന്റെ പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ കണ്ടുപിടിക്കും. 17 എന്നുള്ളതാണ് ഇവിടുത്തെ അറ്റോമിക് നമ്പർ. സോ ഇലക്ട്രോണിന്റെ എണ്ണം കിട്ടിയില്ലേ? 17. പ്രോട്ടോണിന്റെ എണ്ണവും അത് തന്നെയല്ലേ? 17. സോ പ്രോട്ടോണിന്റെ എണ്ണം 17. ഇനി ന്യൂട്രോണിന്റെ എണ്ണം എത്രയാണ്? ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ മാസ് നമ്പർ എ മൈനസ് പ്രോട്ടോണിന്റെ എണ്ണം. മാസ് നമ്പർ എത്രയാണ് ഇവിടെ? 35 ആണ്. സോ 35 മൈനസ് പ്രോട്ടോണിന്റെ എണ്ണം 70. ചെയ്തു നോക്കൂ. അങ്ങനെയാണെങ്കിൽ കാൽസ്യം കൂടി ഒന്ന് ചെയ്തു നോക്കൂ. ഇത് 18 വരും. കാൽസ്യത്തിന്റെ ഒന്ന് ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കൂ. കാൽസ്യം അറ്റോമിക് നമ്പർ Z is equal to 20 ആണ്. മാസ് നമ്പർ A is equal to 40 ആണ്. സോ നമുക്ക് അറ്റോമിക് നമ്പർ കിട്ടിയാൽ പ്രോട്ടോണും ഇലക്ട്രോണും അത് തന്നെയാണ് 20. കിട്ടിയോ? ഓക്കെ. ദെൻ ന്യൂട്രോണിന്റെ എണ്ണം കാണാൻ മാസ് നമ്പർ മൈനസ് പ്രോട്ടോണിന്റെ എണ്ണം എത്ര കിട്ടും? മാസ് നമ്പർ ഇവിടെ 40 ആണ്. സോ 40 മൈനസ് പ്രോട്ടോൺ 20. സോ 20 എന്ന് വരും. അപ്പൊ ന്യൂട്രോണിന്റെ എണ്ണം 20. ഇങ്ങനെയാണ് നമ്മൾ ഒരു ആറ്റം അതിന്റെ മാസ് നമ്പർ, അറ്റോമിക് നമ്പർ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഓരോന്നും കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആയോ? അപ്പൊ ഇതിന്റെ ബേസിൽ നിങ്ങൾക്ക് ഒരു വലിയൊരു ടേബിൾ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ചെയ്യണം. എന്താ, ടെക്സ്റ്റിലെ സെയിം ടേബിൾ ആണ്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് കോളത്തില് അറ്റോമിക് നമ്പർ ആണ്, ദെൻ മാസ് നമ്പർ, ദെൻ പ്രോട്ടോണുകളുടെ എണ്ണം, ഇലക്ട്രോണുകളുടെ എണ്ണം, ന്യൂട്രോണുകളുടെ എണ്ണം. അപ്പൊ മാസ് നമ്പർ, അറ്റോമിക് നമ്പർ നമുക്കറിയാം താഴെയുള്ള വാല്യൂ ആണ്. സോ 1 ആണ് ഇവിടെ. മാസ് നമ്പർ 1 ആണ്. പ്രോട്ടോണിന്റെ എണ്ണം സെയിം, ഇലക്ട്രോണിന്റെ എണ്ണം തന്നെ 1 ആണ്. ഇലക്ട്രോണുകളുടെ എണ്ണം 1 ആണ്. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ എണ്ണം. ദെൻ ന്യൂട്രോണിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ മാസ് നമ്പർ മൈനസ് എന്താണ്? പ്രോട്ടോണുകളുടെ എണ്ണം. 1 മൈനസ് 1 0. സോ ഇവിടെ ന്യൂട്രോൺ ഇല്ല. ഹൈഡ്രജൻ എന്തില്ല? ന്യൂട്രോൺ ഇല്ല. ദെൻ അടുത്ത് നോക്കൂ, അറ്റോമിക് നമ്പർ 3 ആണ്. കിട്ടുന്നുണ്ടോ? മാസ് നമ്പർ 7 ആണ്. പ്രോട്ടോണിന്റെ എണ്ണം 3, ഇലക്ട്രോണിന്റെ എണ്ണം 3 ആൻഡ് ന്യൂട്രോണിന്റെ എണ്ണം 7 മൈനസ് 3 ആണ്. സോ ഈക്വൽ ടു 4. ഓക്സിജൻ അറ്റോമിക് നമ്പർ 8 ആണ്. മാസ് നമ്പർ 16 ആണ്. പ്രോട്ടോൺ 8, ഇലക്ട്രോൺ 8. 16 മൈനസ് 8 ആണ് നമ്മുടെ ന്യൂട്രോണിന്റെ എണ്ണം, ദാറ്റ് ഈസ് ഓൾസോ 8. ദെൻ സോഡിയം അറ്റോമിക് നമ്പർ 11. സോ മാസ് നമ്പർ 23, പ്രോട്ടോൺ 11, ഇലക്ട്രോൺ 11. 23 മൈനസ് 11 ആണ്, ദാറ്റ് ഈസ് 12 ആണ് ന്യൂട്രോണിന്റെ എണ്ണം. ദെൻ നിയോൺ കിട്ടുന്നുണ്ടല്ലോ അല്ലെ? നിയോൺ അറ്റോമിക് നമ്പർ 10, മാസ് നമ്പർ 20. ദെൻ ഈ പ്രോട്ടോൺ 10,
ഇലക്ട്രോൺ 10, ന്യൂട്രോൺ എത്രയാണ് 20 മൈനസ് 10, ദാറ്റ് ഈസ് 10. ദെൻ ടൈറ്റാനിയം 22 ആണ് അറ്റോമിക് നമ്പർ, മാസ് നമ്പർ 48. ഓക്കെ, പ്രോട്ടോൺ 22, ഇലക്ട്രോൺ 22, then 48 minus 22 എത്ര കിട്ടും 26. then uranium atomic number 92, mass number 235. ഓക്കെ, എഴുതി നോക്കൂ. പ്രോട്ടോണിന്റെ എണ്ണം 92, ഇലക്ട്രോൺ 92, 235 മൈനസ് എത്രയാണ് 92, എത്ര കിട്ടി 34143. ഓക്കെ, then തോറിയം 90 ആണ് അറ്റോമിക് നമ്പർ, then മാസ് നമ്പർ 232, then പ്രോട്ടോൺ 90, ഇലക്ട്രോൺ 90, then ന്യൂട്രോൺ 232 മൈനസ് 90. Then zinc 30 atomic number, then mass number 65. Okay, proton 30, electron 30, 65 minus 30 എത്ര വരും 30. സോ ഇങ്ങനെയാണ് നമ്മൾ ഓരോന്നും കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആയോ? ഈ ലാസ്റ്റ് കോളം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ന്യൂട്രോണിന്റെ എണ്ണം ചെയ്യേണ്ടത് മാസ് നമ്പർ എ മൈനസ് പ്രോട്ടോണിന്റെ എണ്ണം. ഓക്കെ, അത് ചെയ്താൽ നമുക്ക് ന്യൂട്രോണിന്റെ എണ്ണം കിട്ടും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ആറ്റത്തിന്റെ റെപ്രസെന്റേഷനും അതിന്റെ അറ്റോമിക് നമ്പർ, ദെൻ മാസ് നമ്പർ. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ മെയിൻ പാർട്ടിലേക്ക് പോവാണ്. നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അഥവാ ആറ്റത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതാം അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതെല്ലാം ബോർ ആറ്റം മോഡൽ ബേസ് ചെയ്തിട്ടാണ് ഇതിന്റെ എക്സ്പ്ലനേഷൻ വരുന്നത്. സോ ഇവിടെ ടെക്സ്റ്റിൽ 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ദി ബോർ ആറ്റം മോഡൽ, വേർ ഈസ് ദ ഇലക്ട്രോൺ സിറ്റുവേറ്റഡ് ഇൻ ആൻ ആറ്റം? ബോർ ആറ്റം മാതൃക അനുസരിച്ച് ഇലക്ട്രോൺ എവിടെയാണ് കാണപ്പെടുന്നത്? എവിടെയാണ്? ഓർബിറ്റ് അല്ലേ? ഓർബിറ്റ് കിട്ടുന്നുണ്ടോ? Okay, what are the symbols given to the energy levels 1, 2, 3, 4? 1, 2, 3, 4 എന്നീ ഊർജ നിലകൾക്ക് യഥാക്രമം ഏതെല്ലാം പ്രതീകങ്ങളാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്? എന്തൊക്കെയാണ്? 1 K, L, M. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് വെച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അഥവാ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് പറയാൻ പോവാണ്. അപ്പൊ ഈ ഇലക്ട്രോൺ വിന്യാസം എഴുതണമെങ്കിൽ നമ്മൾ കുറച്ച് റൂൾസ് ഒക്കെ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ചില റൂൾസിന്റെ ബേസിലാണ് നമ്മൾ ഈ ഒരു ഇലക്ട്രോണിന്റെ കോൺഫിഗറേഷൻ എഴുതേണ്ടത്. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്, ഓരോ ഓർബിറ്റ് നമുക്കറിയാം കെ, എൽ, എം, എൻ എന്ന് പറയുന്ന 1, 2, 3, 4 ഓർബിറ്റുകളുണ്ട്. ഓരോ ഓർബിറ്റുകളിലും എന്തുണ്ട്? അവിടെ കൊടുത്തിട്ടുണ്ട് കോളത്തില്. ഓരോ ഓർബിറ്റിലും നിശ്ചിത ഇലക്ട്രോൺ മാത്രമേ ഉൾക്കൊള്ളാനാവൂ. നിശ്ചിത ഇലക്ട്രോൺ മാത്രമേ അതിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫില്ല് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അത് എത്ര ഇലക്ട്രോൺ ആണ് ഓരോന്നിലും ഫില്ല് ചെയ്യേണ്ടത് എന്ന് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. അതാണ് 2n². ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2n² എന്ന് പറഞ്ഞാൽ n എന്ന് പറയുന്നത് ഓർബിറ്റിന്റെ നമ്പർ. എത്രാമത്തെ ഓർബിറ്റ് ആണ്? ഫസ്റ്റ് ഓർബിറ്റ് ആണെങ്കിൽ n = 1, സെക്കൻഡ് ആണെങ്കിൽ n = 2, അങ്ങനെ പോകും. ഓക്കെ, സോ നോക്കൂ, ഫസ്റ്റ് കേസ് ഒന്ന് നോക്കൂ. ഫസ്റ്റ് ഓർബിറ്റ്, സോ n = 1, k ആണ് അതിന്റെ പേര് വരുന്നത്. ദെൻ അതിൽ എത്ര ഇലക്ട്രോൺ കൊള്ളും എന്ന് നോക്കാൻ 2n² ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. 2 × n-ന്റെ വാല്യൂ എത്രയാണ്? 1. So 1² is equal to 2 × 1, that is 2. So ഫസ്റ്റ് ഷെല്ലില്, ഫസ്റ്റ് ഓർബിറ്റില് എത്ര ഇലക്ട്രോണെ കൊള്ളുള്ളൂ? 2 ഇലക്ട്രോൺ. സെക്കൻഡ് ആണെങ്കിൽ 2 × n-ന്റെ വാല്യൂ സെക്കൻഡ് ആണ്, സോ 2², that is 2 × 4, that is 8.
8 ഇലക്ട്രോൺ ഫില്ല് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അടുത്ത രണ്ടെണ്ണം ചെയ്ത് നോക്കൂ. യെസ്, 2 ഇൻറ്റു തേർഡ് ആണ്, സോ n ഈക്വൽ ടു 3 സ്ക്വയർ. 2 ഇൻറ്റു 9, 3 സ്ക്വയർ 9, 18. ഇനി അടുത്തതിൽ എത്രയാണ് മാക്സിമം കൊള്ളും? 2 ഇൻറ്റു 4 സ്ക്വയർ, that is 2 into 16, that is equal to 32. So കെയിൽ മാക്സിമം 2 ഇലക്ട്രോൺ ഫില്ല് ചെയ്യാം, എല്ലിലാണെങ്കിൽ മാക്സിമം 8 ഇലക്ട്രോൺ ഫില്ല് ചെയ്യാം, എം ആണെങ്കിൽ 18 ആൻഡ് എൻ ആണെങ്കിൽ 32. അപ്പം ഇതാണ് ഫസ്റ്റ് റൂള്. ഓരോ ഓർബിറ്റിലും ഫിക്സഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് മാത്രമേ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അത് എത്ര എണ്ണം ഫില്ല് ചെയ്യാം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മുടെ ഇക്വേഷൻ എന്താണ്? 2n², വേർ n ഈസ് ദി ഓർബിറ്റ് നമ്പർ. ക്ലിയർ? ക്ലിയർ? ഈ ടേബിൾ ടെക്സ്റ്റിലുള്ളതാണ് കേട്ടോ, ടെക്സ്റ്റിലുള്ള സെയിം ടേബിൾ തന്നെയാണ്. ഇനി രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത്, ഈ ഒരു ഫസ്റ്റ് റൂള് നമ്മുടെ മനസ്സിൽ വേണം. രണ്ടാമത്തെ സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് പൊതുവെ എന്താണ് പറയുന്നത്? നമ്മൾ ഓരോ ഓർബിറ്റലുകളും പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ്, കെ എൽ എം എൻ. നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ആദ്യത്തെ ഓർബിറ്റിൽ മാക്സിമം ഫില്ല് ചെയ്യുക. ആദ്യത്തെ ഇപ്പം നമ്മുടെ സോഡിയം ആണെങ്കിൽ സോഡിയം അറ്റോമിക് നമ്പർ 11 ആണ്, 11 ഇലക്ട്രോൺ ഉണ്ട്. എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ 2 ഇലക്ട്രോൺ ആണ് കെയിൽ മാക്സിമം കൊള്ളുള്ളൂ, ആ 2 എണ്ണം കെയിൽ കൊടുക്കാം. ബാക്കി 9 എണ്ണം ഉണ്ടല്ലേ, എല്ലിൽ മാക്സിമം എത്ര എണ്ണം കൊള്ളും? 8 എണ്ണം കൊള്ളും, 8. അപ്പോൾ മൊത്തം 10 എണ്ണമായി. ഇനി 1 ഇലക്ട്രോണും കൂടെ ഉണ്ട്, അത് എവിടെ ഫില്ല് ചെയ്യരുത്? എല്ലിൽ 8 എണ്ണം ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ, പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടെന്ന് വെച്ച് അതൊന്നും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനൊന്നും പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? ആ 1 ഇലക്ട്രോൺ അടുത്ത ഓർബിറ്റിൽ കൊടുക്കണം. അപ്പം ആദ്യം ഏറ്റവും ഫസ്റ്റ് ഓർബിറ്റ് ഫില്ല് ചെയ്ത് പിന്നെ സെക്കൻഡ് പിന്നെ തേർഡ്, അല്ലാതെ ആദ്യം തന്നെ 4ാമത്തേൽ പോയി ഇലക്ട്രോൺ കൊടുത്ത് ബാക്കോട്ടും വരാൻ പാടില്ല, ഷഫിൾ ചെയ്തിട്ടും ഫില്ലിങ് പറ്റില്ല. ഏറ്റവും ലോവർ എനർജിയിൽ നിന്ന് ഹയർ എനർജിയിലേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അതാണ് സെക്കൻഡ് റൂൾ പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ഷെല്ലിൽ കൊടുക്കുക, ദെൻ അത് ഫില്ല് ചെയ്തതിന് ശേഷം അടുത്തതിൽ മാക്സിമം എത്ര നോക്കുക. ഇപ്പം 7 ആണ് അറ്റോമിക് നമ്പർ എങ്കിൽ ഫസ്റ്റ് കെയിൽ ഫില്ല് ചെയ്തു 2 എണ്ണം, ബാക്കി 5 എണ്ണം ഇല്ലേ, 5 എണ്ണം അടുത്തതിൽ ഫില്ല് ചെയ്യുക. ഇനി ഇലക്ട്രോൺ ഒന്നും തന്നെ ഇല്ല, അപ്പം 2 ഓർബിറ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, സോഡിയത്തിന്റെ കേസിൽ 2 എണ്ണം കെയിൽ ഫില്ല് ചെയ്തു, പിന്നെ 8 എണ്ണം എല്ലിൽ ഫില്ല് ചെയ്തു, എല്ലിൽ പിന്നെ 8 എണ്ണം പറ്റുള്ളൂ, മാക്സിമം 8 ആണ്. ദെൻ അടുത്ത 1 അടുത്തതിൽ, അപ്പം മൊത്തം 3 ഓർബിറ്റ്, 1 2 3 ഓർബിറ്റ് ഉണ്ടാവും. അപ്പം അങ്ങനെയാണ് നമ്മൾ കോൺഫിഗറേഷൻ എഴുതേണ്ടത്. ഇനി മൂന്നാമത് പറയുന്നത്, നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഏറ്റവും അവസാനത്തെ ഓർബിറ്റ് ഉണ്ടല്ലോ, ഇപ്പൊ സോഡിയത്തിന്റെ കേസിൽ 281 ആണ്. അപ്പം ഏറ്റവും അവസാനത്തെ ഓർബിറ്റിൽ എപ്പോഴും 8 ഇലക്ട്രോൺ ഉൾക്കൊള്ളിക്കണം, പരമാവധി 8 ഇലക്ട്രോൺസ് വരെ അവസാനം ഏത് ഓർബിറ്റാണോ ഉള്ളത് അവിടെ നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട് പാടും. അപ്പം ഏതൊരു ആറ്റത്തിന്റെയും ബാഹ്യ ഓർബിറ്റിൽ, അങ്ങനെയാണ്, ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 8 ആണ്. മാക്സിമം ഇവിടെ എത്ര എണ്ണ പറ്റുള്ളൂ? 8 എണ്ണം. അതാണ് അവിടുത്തെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് അതാണെങ്കിൽ അവിടെ 8 എണ്ണമേ മാക്സിമം പറ്റും. അതാണ് മൂന്നാമത്തെ റൂൾ പറയുന്നത്. അപ്പൊ ഇത്രയും റൂൾസ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇനി നമുക്ക് അങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കിയാലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, ഇതൊന്ന് ഫില്ല് ചെയ്യാൻ ശ്രമിക്കാം. ഞാനും ഹെൽപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഹൈഡ്രജൻ മുതൽ ആർഗൺ വരെയുള്ള എലമെന്റിന്റെ കോൺഫിഗറേഷൻ ആണ് 9th പഠിക്കാനുള്ളത്. ബാക്കി നിങ്ങൾ 10th ആയിട്ട് പഠിക്കും. അപ്പം ആർഗൺ വരെ, അതായത് അറ്റോമിക് നമ്പർ 18 വരെ നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പൊ ഒന്ന് എഴുതി നോക്കിയാലോ. എഴുതി നോക്കാം. അപ്പൊ ഹൈഡ്രജൻ ആണ് ഫസ്റ്റ് എലമെന്റ്. അപ്പൊ അറ്റോമിക് നമ്പർ 1 ആണ്. എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ ലാസ്റ്റ് 3 കോളം ഇലക്ട്രോൺ വിന്യാസം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം കെ എൽ എം ഓർബിറ്റുകൾ കൊടുത്തിട്ടുണ്ട്. 1 ഇലക്ട്രോണേ ഉള്ളൂ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓർബിറ്റിൽ 1 കൊടുക്കുക, ബാക്കിയുള്ളതിലൊന്നും ഇലക്ട്രോൺ വേണ്ട, 1 ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ. ഇനി ഹീലിയം നോക്കൂ, 2.
ഇലക്ട്രോണുകളുടെ എണ്ണം, അറ്റോമിക് നമ്പർ 2, ഇലക്ട്രോണുകളുടെ എണ്ണം 2. സോ കെയിൽ മാക്സിമം 2 കൊള്ളും, അപ്പൊ ആ 2 കെയിൽ തന്നെ കൊടുത്തു. ഇനി അടുത്ത് നോക്കൂ, ലിഥിയം. ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ 3 അപ്പൊ 3 ഇലക്ട്രോൺ ഉണ്ട്. ഫസ്റ്റ് കെയിൽ മാക്സിമം 2 പറ്റുള്ളൂ, ആ 2 കൊടുത്തു. ബാക്കി 1 ഉണ്ട്, അത് അടുത്ത ഓർബിറ്റിലേക്ക് കൊടുത്തു. ഇനി ബെറീലിയം 4 4 ഇലക്ട്രോൺസ് ഉണ്ട്. 2 കെയിൽ കൊടുത്തു, ബാക്കി വരുന്ന 2 എല്ലിൽ കൊടുത്തു. ഓക്കെ. ഇനി ബോറോൺ 5 അറ്റോമിക് നമ്പർ. സോ 5 ഇലക്ട്രോൺ, 2 കെയിൽ കൊടുത്തു, ബാക്കി 3 എവിടെ കൊടുത്തു? എല്ലിൽ മാക്സിമം 8 വരും. കെയിലാണെങ്കിൽ മാക്സിമം 2. എമ്മിൽ എത്ര വരും മാക്സിമം? പറയൂ, നമ്മൾ നേരത്തെ ചെയ്തു. എമ്മില് 2 × 3 സ്ക്വയർ, ദാറ്റ് ഈസ് 18 ഇലക്ട്രോൺസ്. ഇനി നോക്കൂ, അടുത്തത് കാർബൺ 6 ഇലക്ട്രോൺസ്, 2 4. ദെൻ ഇലക്ട്രോണിന്റെ എണ്ണം തന്നിട്ടുണ്ട്, അത് തന്നെയാണ് അറ്റോമിക് നമ്പർ. സോ 2 5. ഓക്സിജൻ 8 ആണ് അറ്റോമിക് നമ്പർ, 8 ഇലക്ട്രോൺ. സോ 2 എത്ര വരും? 6. ദെൻ ഫ്ലൂറിൻ 9 ആണ് അറ്റോമിക് നമ്പർ, 9 ഇലക്ട്രോൺ. സോ 2 7. ദെൻ അടുത്ത് നിയോൺ 10 ഇലക്ട്രോൺ ഉണ്ട്. സോ 10 2 8. ഓക്കെ. അപ്പൊ നോക്കൂ, നിയോണോട് കൂടി എല്ലിലെ മാക്സിമം ഇലക്ട്രോൺ ആയി കേട്ടോ. ഇനി നമ്മൾ അടുത്ത സോഡിയം ആണ്. സോഡിയം അറ്റോമിക് നമ്പർ 11 ആണ്, കാരണം 11 ഇലക്ട്രോൺ ആണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ 2 8. ഇപ്പൊ 10 ആയി. 2 + 8 10. പിന്നെ ഒരു ഇലക്ട്രോൺ കൂടെ ഉണ്ട്, അത് എല്ലിലല്ല കൊടുക്കേണ്ടത്. എല്ലിൽ മാക്സിമം 8 പറ്റുള്ളൂ, അടുത്തയിലേക്ക് കൊടുക്കാം. ദെൻ മഗ്നീഷ്യം 12 ഇലക്ട്രോൺ ആണ്, 2 8 2. അലുമിനിയം 13 ആണ്, 13 ഇലക്ട്രോൺ, 2 8 3. ഓക്കെ. ദെൻ സിലിക്കൺ 14 അറ്റോമിക് നമ്പർ, 14 ഇലക്ട്രോൺ, 2 8 4. Then phosphorus 15, 2 8, then 5. Then sulfur 16, 2 8 6. Then chlorine 17 electron, 2 8 7. Then argon 18 ആണ്, 18 ഉണ്ട്. Then 2 8. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ ഈ എഴുതിയിരിക്കുന്ന 1 അല്ലെങ്കിൽ 2,1 ഇങ്ങനെയാണ് നമ്മൾ കോൺഫിഗറേഷൻ എഴുതുക. 2,1 അല്ലെങ്കിൽ 2,8,1 2,8,2 ഇങ്ങനെയാണ് നമ്മൾ കോൺഫിഗറേഷൻ എഴുതേണ്ടത്. അപ്പം ഈ ഫസ്റ്റ് ഷെല്ലിലുള്ളതാണ് ആദ്യത്തെ നമ്പർ, സെക്കൻഡ് ഓർബിറ്റിലുള്ളതാണ് അടുത്ത നമ്പർ, തേർഡിലുണ്ടെങ്കിൽ അതാണ് അടുത്ത നമ്പർ. ഇങ്ങനെയാണ് ഇലക്ട്രോൺ വിന്യാസം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതേണ്ടത്. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 1 to 18th എലമെന്റ് വരെയുള്ള കോൺഫിഗറേഷൻ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ടില് ഹൈഡ്രജൻ മുതൽ ആർഗൺ വരെയുള്ള ആറ്റോമിക നമ്പർ എഴുതുക. ദെൻ ഓരോന്നിന്റെയും കോൺഫിഗറേഷൻ തനിയൊന്ന് എഴുതുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം, ഞാൻ എത്ര തവണ വേണമെങ്കിലും പറഞ്ഞുതരാം. ഓക്കെ. അപ്പൊ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉള്ള ആൾക്കാർ ഈ ഒരു ബോക്സ് പറയുന്ന മുതലുള്ള പാർട്ട് ഒന്നുകൂടെ ഒന്ന് കേട്ടു നോക്കാം. എന്നിട്ടും ഡൗട്ട് ആണെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കും. ഓക്കെ. അപ്പൊ ഇതിന്റെ ബേസിൽ നമ്മൾ ഒരു ആറ്റം വരയ്ക്കാനായിട്ട് പോവാണ്. ആറ്റം എങ്ങനെ ചിത്രീകരിക്കാം, ഇലക്ട്രോൺ വിന്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ നമുക്ക് ഒരു ആറ്റത്തെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്ലിയർ? അപ്പൊ നമുക്കറിയാം ഒരു ആറ്റത്തിന് എന്തുണ്ട്, അതിനൊരു സെൻട്രൽ പാർട്ട് ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. ഇതൊരു ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ആണെന്ന് വിചാരിക്കുക. പിന്നെ അതിന് ചുറ്റും ഇലക്ട്രോൺസ് ഓർബിറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, സർക്കുലാർ പാത്തിലൂടെ ഓർബിറ്റിലൂടെ അതിന്റെ റിവോൾവ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ മോഡൽ. അപ്പം ഞാനൊരു ഹൈഡ്രജൻ എന്ന് പറയുന്ന എലമെന്റ് എടുത്തു. ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ 1, മാസ് നമ്പർ 1. അപ്പൊ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആണെന്ന് നമുക്കറിയാം.
ഇത് അറ്റോമിക് നമ്പർ ഇലക്ട്രോണിന്റെ എണ്ണമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു ഇലക്ട്രോൺ ആണ് ഇവിടെ ഉള്ളത്. പ്രോട്ടോണും ഇലക്ട്രോണിന്റെയും എണ്ണം തുല്യമാണ് അല്ലെ. ഇപ്പൊ മാസ് നമ്പർ എ ഈക്വൽ ടു പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ. മാസ് നമ്പർ നമുക്കറിയാം 1 ആണ്. പ്രോട്ടോണിന്റെ എണ്ണം നമുക്കറിയാം 1 ആണ്, പ്ലസ് ന്യൂട്രോണിന്റെ എണ്ണം. ഇപ്പൊ ന്യൂട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ 1 മൈനസ് 1 ഇസ് ഈക്വൽ ടു 0. സോ ഹൈഡ്രജന്റെ കേസിൽ ന്യൂട്രോണിന്റെ എണ്ണം എത്രയാണ്? 0 ആണ്. അപ്പൊ നമ്മൾ അത് എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? 0n, സ്മോൾ ലെറ്റർ n. വലുതായിട്ട് വരയ്ക്കാം. ന്യൂക്ലിയസ് 0n. പ്രോട്ടോൺ എത്ര എണ്ണമാണ്? ഒരെണ്ണം. സോ 1 പ്രോട്ടോൺ. ദെൻ ഇതിന് ചുറ്റും എത്ര ഓർബിറ്റ് ഉണ്ടാവും? ഹൈഡ്രജൻ ആണ്, ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ കെയില് ഒരു ഇലക്ട്രോൺ. സോ ഒരു ഓർബിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ്. ഓക്കെ, ഇനി വേറൊരു ആറ്റം എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ബോറോൺ 5. ഒന്ന് ചെയ്ത് നോക്കൂ. ബോറോൺ 5. അറ്റോമിക് നമ്പർ 5ഉം മാസ് നമ്പർ 11ഉം ആണ്. അപ്പൊ എങ്ങനെ ചെയ്യും? അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ബോറോൺ അറ്റോമിക് നമ്പർ 5 ആണ്. സോ അവിടുത്തെ പ്രോട്ടോണിന്റെ എണ്ണം ഈസ് ഈക്വൽ ടു 5 ആണ്. ഈക്വൽ ടു 5 ആണ്. ദെൻ പ്രോട്ടോണിന്റെ എണ്ണം ഈക്വൽ ടു 5 ആണ്. ദെൻ ന്യൂട്രോണിന്റെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യും. സോ മാസ് നമ്പർ മൈനസ് പ്രോട്ടോണിന്റെ എണ്ണം. സോ മാസ് നമ്പർ ഇവിടെ 11 ആണ്. മൈനസ് 5 ചെയ്താൽ നമുക്ക് 6 എന്ന് കിട്ടും. സോ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? അത് റെപ്രസെന്റേഷൻ ഒന്ന് കാണിക്കാൻ പറ്റുമോ? തനിയെ ഒന്ന് വരച്ചു നോക്കൂ. ഇതാ ന്യൂക്ലിയസ്. എത്ര ഇലക്ട്രോൺ ഉണ്ട്? Z ഈക്വൽ ടു 5 ആണ്. സോ കോൺഫിഗറേഷൻ എഴുതി നോക്കണം നമ്മൾക്ക് ഇത് വരയ്ക്കാനായിട്ട്. 2,3. കെയില് മാക്സിമം 2 പറ്റുള്ളൂ. 2 കൊടുത്തു. ദെൻ എല്ലിലേക്ക് അടുത്ത ബാക്കിയുള്ള 3. 2,3. അപ്പൊ എത്ര ഓർബിറ്റ് വരയ്ക്കണം? 2 ഓർബിറ്റ് വരയ്ക്കണം. ഫസ്റ്റ് ഓർബിറ്റ്, സെക്കൻഡ് ഓർബിറ്റ്. ദെൻ ന്യൂക്ലിയസിൽ എന്തൊക്കെ എഴുതണം? പ്രോട്ടോണിന്റെ എണ്ണം എഴുതണം. പ്രോട്ടോൺ 5. സോ 5p. ന്യൂട്രോൺ എത്രയാണ്? 6. കണ്ടോ? ഇനി ഫസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണ്? 2 ഇലക്ട്രോൺ. 2 ഇലക്ട്രോൺ കൊടുക്കുക. സെക്കൻഡില് 3 ഇലക്ട്രോൺ. 3 ഇലക്ട്രോൺ. കണ്ടോ? ക്ലിയർ ആയോ? ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഓക്കെ, ഒരു ടെക്സ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അലൂമിനിയത്തിന്റെ റെപ്രസെന്റേഷൻ, ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ചെയ്യാനാണ്. അലൂമിനിയം 13 ആണ് അറ്റോമിക് നമ്പർ, മാസ് നമ്പർ 27. എന്തൊക്കെ കണ്ടുപിടിക്കണം? അറ്റോമിക് നമ്പർ എഴുതുക, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതണം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം എഴുതി നോക്കൂ. ഫസ്റ്റ് ഓർബിറ്റിൽ മാക്സിമം 2 പറ്റുള്ളൂ. സോ 2, ബാക്കി 11 ഇലക്ട്രോൺ ഉണ്ട്. സെക്കൻഡിൽ മാക്സിമം 8 ഇലക്ട്രോണേ പറ്റുള്ളൂ. അതും കൊടുത്തു. ഇപ്പൊ 10 ഇലക്ട്രോൺ ആയി. ഇനി ഒരു 3 ഇലക്ട്രോൺ. കണ്ടോ? അപ്പൊ എത്ര ഓർബിറ്റ് ഉണ്ട്? 1, 2, 3 ഓർബിറ്റ് വരയ്ക്കണം. ഇനി നമുക്ക് അറിയേണ്ടത് നമ്പർ ഓഫ് പ്രോട്ടോൺ ആണ്. പ്രോട്ടോൺ എത്രയാണ്? സെയിം അറ്റോമിക് നമ്പർ തന്നെയാണ് പ്രോട്ടോൺ നമ്പർ. സോ 13. ഇനി ന്യൂട്രോണിന്റെ നമ്പർ ഇസ് ഈക്വൽ ടു മാസ് നമ്പർ മൈനസ് പ്രോട്ടോൺ. സോ മാസ് നമ്പർ ഇവിടെ എത്രയാണ്? 27 മൈനസ് പ്രോട്ടോൺ 13. എത്ര കിട്ടും? 4, 1, 14. അപ്പൊ ഇവിടുത്തെ ന്യൂട്രോണിന്റെ എണ്ണം 14. ഇനി നമുക്ക് വരയ്ക്കാം. ന്യൂക്ലിയസ് ആദ്യം വരയ്ക്കുന്നു. അതിൽ പ്രോട്ടോണിന്റെ എണ്ണം കൊടുക്കുന്നു. 13 പ്രോട്ടോൺ, 14 ന്യൂട്രോൺ.
ഓക്കെ, എത്ര ഓർബിറ്റ് ഉണ്ട്? 1 2 3. 1 2 3. ഓക്കെ, ഫസ്റ്റില് രണ്ട് ഇലക്ട്രോൺസ്, സെക്കൻഡിൽ 8 ഇലക്ട്രോൺസ്. 1 2 3 4 5 6 7 8. ഓക്കെ, ഇനി മൂന്നാമത്തേല് 3 ഇലക്ട്രോൺ. സോ 1 2 3. ഓക്കെ, ഇതാണ് എന്തിന്റെ സ്ട്രക്ചർ വരുന്നത്? അലുമിനിയത്തിന്റെ സ്ട്രക്ചർ. ക്ലിയർ ആയോ? ആദ്യം നമ്മൾ അറ്റോമിക് നമ്പർ എത്രയാണെന്ന് നോക്കുക, ദെൻ പ്രോട്ടോണിന്റെ നമ്പർ. ഇത് തന്നെയാണ് എന്ത്? ഇലക്ട്രോൺ നമ്പർ. എന്നിട്ട് അതിന്റെ കോൺഫിഗറേഷൻ എഴുതുക, എത്ര ഓർബിറ്റ് വരയ്ക്കണം എന്ന് നോക്കുക, ദെൻ നമ്പർ ഓഫ് ന്യൂട്രോൺ, മാസ് നമ്പർ മൈനസ് പ്രോട്ടോൺ നമ്പർ ചെയ്താൽ നമ്പർ ഓഫ് ന്യൂട്രോൺ കിട്ടും. അപ്പോൾ പ്രോട്ടോണിന്റെ എണ്ണവും ന്യൂട്രോണിന്റെ എണ്ണവും ന്യൂക്ലിയസിൽ നമ്മൾ കൊടുക്കണം. അതിനുശേഷം ഓർബിറ്റ് എത്ര എണ്ണം വേണോ അത് വരയ്ക്കുക. ഓരോ ഓർബിറ്റിലും എത്ര ഇലക്ട്രോൺസ് ആണെന്ന് കോൺഫിഗറേഷൻ നോക്കുക, എന്നിട്ട് നമ്മൾ ഫിൽ ചെയ്യും. ക്ലിയർ ആയോ? ഓക്കെ, ഇനി ഇതിന്റെ സെയിം പാർട്ടിലുള്ള ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു അറ്റോമിക് സ്ട്രക്ചർ മോഡൽ തന്നിട്ടുണ്ട്. ന്യൂക്ലിയസിൽ പ്രോട്ടോണിന്റെ എണ്ണവും ന്യൂട്രോണിന്റെ എണ്ണവും കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോണും മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന്, അല്ലെ പ്രോട്ടോണിന്റെ എണ്ണം തന്നെയാണ് ഇലക്ട്രോണിന്റെ എണ്ണം. എന്നാലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് എണ്ണി നോക്കിയാൽ മതി. എന്നിട്ട് എന്ത് കണ്ടുപിടിക്കണം? രണ്ട് ഇംഗ്ലീഷ് മീഡിയംകാർക്കും മലയാളം മീഡിയംകാർക്കും പറ്റുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ഞാൻ രണ്ട് ടെക്സ്റ്റിൽ നിന്നും കൊടുത്തിട്ടുണ്ട് കേട്ടോ. മലയാളത്തിലും ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്. സംശയം ഉണ്ടെങ്കിൽ രണ്ടും നോക്കാം കേട്ടോ. മലയാളം മനസ്സിലാവാത്ത ആൾക്കാർ രണ്ടും നോക്കാം. അപ്പൊ നോക്കൂ, ഇവിടെ പ്രോട്ടോണിന്റെ എണ്ണം 18 കൊടുത്തിട്ടുണ്ട്, ദെൻ ന്യൂട്രോൺ 22 കൊടുത്തിട്ടുണ്ട്. ഇവരെ രണ്ടുപേരെയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മാസ് നമ്പർ കണ്ടുപിടിച്ചൂടെ? മാസ് നമ്പർ ഈക്വൽ ടു പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ. എത്ര വരും? 18 പ്ലസ് 22 എത്ര വരും? 40. സോ മാസ് നമ്പർ എത്രയാണ്? 40 ആണ്. ഇനി പ്രോട്ടോണിന്റെ എണ്ണം ഈക്വൽ ടു ഇലക്ട്രോണിന്റെ എണ്ണം. എന്നിരുന്നാലും നിങ്ങളൊന്ന് വെറുതെ ഒന്ന് എണ്ണി നോക്കുക. ഫസ്റ്റില് 2 ഉണ്ട്, സെക്കൻഡിൽ 8 ഇലക്ട്രോൺ ഉണ്ട്, കണ്ടോ? അടുത്തയിലും 8 ഇലക്ട്രോൺ. ടോട്ടൽ എത്ര ഇലക്ട്രോൺ? 8 പ്ലസ് 8 16 പ്ലസ് 2 18. സോ ഇവിടെ എന്തൊക്കെയാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്? അറ്റോമിക് നമ്പർ എത്രയാണ്? ഇലക്ട്രോണിന്റെ എണ്ണം തന്നെയാണ് അറ്റോമിക് നമ്പർ. സോ 18. മാസ് നമ്പർ 40. നമ്പർ ഓഫ് പ്രോട്ടോൺ എത്രയാണ്? 18. നമ്പർ ഓഫ് ന്യൂട്രോൺ 22. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് 2 8 8. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പാർട്ടിൽ നിന്ന് ചോദിക്കുക. അപ്പം നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം എലമെന്റ്സ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിനു മുന്നേ നമ്മൾ ചെയ്ത് നമുക്കൊരു അസൈൻമെന്റ് പോലെ ഒരു ഹോംവർക്ക് തരാം. ഇതിനു മുന്നേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു, എന്നാലും നിങ്ങളൊന്ന് വരച്ച് നോക്കുക. ക്ലോറിൻ 1735, അതേപോലെ കാൽസ്യം കാൽസ്യം ആണ് ഇത്. കാൽസ്യം 20. ഓക്കെ, കാൽസ്യം വേണ്ട, നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് വരച്ചാൽ മതി. കാൽസ്യം വേണ്ട, നിങ്ങൾ ക്ലോറിൻ മാത്രം ഒന്ന് വരച്ചു നോക്കാം. കാൽസ്യം വേണ്ട എന്ന് പറയാൻ കാരണം കാൽസ്യം നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് കോൺഫിഗറേഷൻ എവിടെ വരെ മതി? 1 to 18 മതി. കാൽസ്യം 20 ആണ് അറ്റോമിക് നമ്പർ, അപ്പൊ അത് വേണ്ട. ഇത് ക്ലോറിൻ ഒന്ന് വരച്ചിട്ട് ഒന്ന് ചെയ്തു നോക്കാം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ റിവൈൻഡ് ചെയ്തിട്ട് ഒന്നും കൂടെ കാണും കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ പോവാണ്. അതായത് ഐസോടോപ്സ് എന്താണ്, ഐസോ ബാർ എന്താണെന്നാണ് നമുക്ക് ലാസ്റ്റ് പോർഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് എന്താണെന്ന് നോക്കാം. അതിന് മുന്നേ നമുക്ക് ഈ ഒരു അറ്റോമിക് സ്ട്രക്ചർ ഓർബിറ്റ് ഒക്കെ കൊടുത്തിട്ട് ഒരു അറ്റോമിക് സ്ട്രക്ചർ 3 ആറ്റത്തിന്റെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ജസ്റ്റ് അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ ഈ ടേബിൾ ഒന്ന് ഫിൽ ചെയ്യണം. അപ്പൊ ഫസ്റ്റ് നോക്കൂ, ഫസ്റ്റ് കൊടുത്തതിന്റെ പേരാണ് പ്രോട്ടിയം. H11 എന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പ്രോട്ടിയത്തിലെ പ്രോട്ടോണിന്റെ എണ്ണം 1 ആണെന്ന് ന്യൂക്ലിയസിനുള്ളിൽ കൊടുത്തിട്ടുണ്ട്. ന്യൂട്രോണിന്റെ എണ്ണം
എത്രയാണ് അവിടെ കൊടുത്തത്? 0 ആണ്. ഇലക്ട്രോണിന്റെ എണ്ണം 1 ആണ്. അറ്റോമിക് നമ്പർ 1 ആണ്. മാസ് നമ്പർ 1 ആണ് അല്ലേ? ഇനി ഡ്യൂട്ടീരിയം എന്ന് പറയുന്ന സെക്കൻഡ് ഫിഗർ നോക്കൂ. എത്ര പ്രോട്ടോൺ ഉണ്ട്? ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1 പ്രോട്ടോൺ, ന്യൂട്രോൺ 1, ദെൻ ഇലക്ട്രോൺ എത്ര എണ്ണം ഉണ്ട്? ഇതാ അറ്റോമിക് നമ്പറും കൊടുത്തിട്ടുണ്ട് 1. അറ്റോമിക് നമ്പർ 1. ഇനി മാസ് നമ്പർ. ഇനി ട്രിഷ്യം അറ്റോമിക് നമ്പർ 1 ആണ്. പ്രോട്ടോണിന്റെ എണ്ണം 1 ആണ്. ന്യൂട്രോൺ 2 ആണ്. ദെൻ ഇലക്ട്രോൺ ഇവിടെ 1 എന്ന് കൊടുത്തിട്ടുണ്ട്. അറ്റോമിക് നമ്പർ 1 ആണ്. ദെൻ അതേപോലെ മാസ് നമ്പർ എത്രയാണ് കൊടുത്തത്? 3. ഇനി ഈ ടേബിൾ ഒന്ന് നിങ്ങൾ അനലൈസ് ചെയ്യൂ. ഈ 3 ആറ്റംസും തമ്മിൽ എന്താണ് സിമിലാരിറ്റി, എന്താണ് ഡിഫറൻസ്? അത് നോക്കാൻ നിങ്ങൾ ഈ ലാസ്റ്റ് 2 കോളത്തിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. നോക്കൂ, ഇവിടെ എല്ലാവർക്കും അറ്റോമിക് നമ്പർ 1 ആണ്. 1 അറ്റോമിക് നമ്പർ ഉള്ളത് ആരാ ശരിക്കും? ഹൈഡ്രജൻ അല്ലേ? ഓക്കെ. ഇനി ഇവരുടെ മാസ് നമ്പർ എന്താണ്? ഡിഫറെന്റ് ആണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കൂ ഇതൊക്കെ വെച്ചിട്ട്. നമുക്ക് ഫസ്റ്റ് ഈ ആറ്റങ്ങളുടെ അറ്റോമിക് നമ്പർ എത്രയാണ്? എത്രയാ? എല്ലാവർക്കും അറ്റോമിക് നമ്പർ 1 ആണ്. അറ്റോമിക് നമ്പർ 1 ഉള്ള മൂലകം ഏതാണ്? ഹൈഡ്രജൻ. ദെൻ എങ്കിൽ ഇവ 3 ഹൈഡ്രജൻ ആറ്റങ്ങൾ തന്നെയല്ലേ? അല്ലേ? അതെ. ഈ ആറ്റങ്ങൾ തമ്മിൽ ഏത് കണത്തിന്റെ എണ്ണത്തിലാണ് വ്യത്യാസം? ഏത് കണത്തിന്റെ മീൻസ് ഏത് പാർട്ടിക്കിൾ? 3 പാർട്ടിക്കിൾസ് ഉണ്ട്. അവരിൽ ഏതിലാണ് വ്യത്യാസം ഉള്ളത്? ഏതിലാണ്? നോക്കൂ, ഇതെല്ലാം സെയിം ആണ്, ഇത് സെയിം ആണ്. വ്യത്യാസം വരുന്നത് എന്തിനാണ്? ന്യൂട്രോണിന്റെ എണ്ണം. എന്തിന്റെയാണ് വ്യത്യാസം വരുന്നത്? ന്യൂട്രോണിന്റെ എണ്ണത്തിലാണ് വ്യത്യാസം. ഇവയുടെ മാസ് നമ്പർ ഒരുപോലെയാണോ? ആണോ? അല്ല, അല്ല. ഇവയിൽ ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത ആറ്റം ഏതാണ്? ന്യൂട്രോൺ ഇല്ലാത്തത് നോക്കൂ, ന്യൂട്രോൺ ഇല്ലാത്തത് 0. പ്രോട്ടിയത്തിന് എന്തില്ല? ന്യൂട്രോൺ ഇല്ല. സോ പ്രോട്ടിയം ഇവിടെ എഴുതാം, പ്രോട്ടിയം. അപ്പം ഇങ്ങനെ ഒരേ ആറ്റത്തിന്റെ തന്നെ 3 രൂപങ്ങൾ അല്ലേ? അപ്പൊ ഇവരെ നമുക്കൊരു പേര് വിളിക്കാം. അതായത് അറ്റോമിക് നമ്പർ സെയിമും ഡിഫറെന്റ് വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ഇത്തരത്തിലുള്ള ആറ്റങ്ങളെ നമ്മൾ പറയുന്നതാണ് ഐസോടോപ്പുകൾ അഥവാ ഐസോടോപ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും. എങ്ങനെയാണ്? സെയിം അറ്റോമിക് നമ്പർ ആയിരിക്കും, പക്ഷെ ഡിഫറെന്റ് മാസ് നമ്പർ ആയിരിക്കും. ഡിഫറെന്റ് മാസ് നമ്പർ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ വേറൊരു എക്സാമ്പിളും കൂടെ നമുക്ക് കാണാം. ഇതിനു മുന്നേ എന്താണ് ആ ഒരു ഐസോടോപ്പ് എന്ന് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഐസോടോപ്സ് ആർ ഡിഫറെന്റ് ആറ്റംസ് ഓഫ് സെയിം എലമെന്റ്. ഒരേ എലമെന്റിന്റെ തന്നെ വ്യത്യസ്ത ആറ്റങ്ങളാണ്. ഹാവിങ് ദ സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ. വ്യത്യസ്ത മാസ് നമ്പറും ഒരേ അറ്റോമിക നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഇത് ഐസോടോപ്പുകൾ. ഇനി ഇവരുടെ സ്വഭാവം എങ്ങനെയാണ്? ഇപ്പൊ ഹൈഡ്രജന്റെ ആണെങ്കിൽ 3 ആൾക്കാർക്കും ഒരേ രാസ സ്വഭാവമായിരിക്കും. കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. എന്നാൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്, പോയിന്റ്സ് ആണ് അവിടെ പഠിക്കേണ്ടത്. ഇനി നോക്കൂ, ഈ ആറ്റങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യൂ. ഇവിടെ എത്ര പ്രോട്ടോൺ? 6. എത്ര ഇലക്ട്രോൺ? 1 2 3 4 5 6. 6 ഇലക്ട്രോൺ. എത്ര ന്യൂട്രോൺ? 6. ഇവിടെ നോക്കൂ, 6 പ്രോട്ടോൺ. എത്ര ഇലക്ട്രോൺ? 6. ന്യൂട്രോൺ 7. ഇവിടെ എത്ര പ്രോട്ടോൺ? 6 ഇലക്ട്രോൺ 6 ആൻഡ് ന്യൂട്രോൺ 8. അപ്പൊ നോക്കൂ, ഇവിടെ ഏതിലാണ് വ്യത്യാസം വന്നത്? ന്യൂട്രോണിന്റെ എണ്ണത്തിലാണ്. ദാറ്റ് മീൻസ് ഇവരുടെ മാസ് നമ്പർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ 12 ആണ് ഇവിടെ. ഇവിടെയാണെങ്കിൽ 6 + 7 വരും, ദാറ്റ് ഈസ് 13. ഇവിടെയാണ് 6 + 8 വരും, ദാറ്റ് ഈസ് 40. സോ ഇവിടുത്തെ മാസ് നമ്പർ ഡിഫറെന്റ് ആണ്. പക്ഷെ നോക്കൂ, ഇലക്ട്രോണിന്റെ എണ്ണം അഥവാ അറ്റോമിക് നമ്പർ എല്ലാത്തിനും 6 ആണ്. സോ അറ്റോമിക് നമ്പർ 6ഉം മാസ് നമ്പർ ഡിഫറെന്റും ആണ്.
അപ്പൊ ഇവരെന്താണ്? ഇവരേതു ആറ്റത്തിന്റെ, കാർബൺ ആറ്റത്തിന്റെ ഐസോടോപ്പുകളാണ്. കാർബൺ ആറ്റത്തിന്റെ ഐസോടോപ്പ്. അങ്ങനെയാണ് ഇവരെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഫസ്റ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ കാർബൺ, അറ്റോമിക് നമ്പർ 6, മാസ് നമ്പർ 6 + 6 ആയിരുന്നു 12. ഇതോ കാർബൺ, അറ്റോമിക് നമ്പർ 6, പിന്നെ 6 + 7 ആയിരുന്നു, സോ 13 ആണ് അവിടുത്തെ മാസ്. ഇവിടെ കാർബൺ 6, 6 + 8 ആണ്, സോ 14 ആണ് അവിടുത്തെ. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇവരെ, ഇത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സെയിം അറ്റോമിക് നമ്പർ ആണ്, പക്ഷെ ഡിഫറെന്റ് മാസ് നമ്പർ ആണ്. അപ്പൊ ഇവർ എന്താണ്? കാർബൺ ആറ്റത്തിന്റെ ഐസോടോപ്പുകളാണ്. ഇതിൽ ഏറ്റവും സ്റ്റെബിലിറ്റി കൂടിയ ഐസോടോപ്പ് എന്ന് പറയുന്നത് കാർബണിന്റെ C12 ഐസോടോപ്പ് ആണ് കേട്ടോ. C12 ഐസോടോപ്പ്. ഇനി C13 എന്ന് പറയുന്നത് മൊത്തത്തില് എല്ലാ ഐസോടോപ്പുകളിലും വെച്ച് നോക്കുമ്പോൾ 1.1, അതായത് 1.1% മാത്രമാണ് എന്തുള്ളത്? C13 ഐസോടോപ്പ് ഉള്ളത്. ഇനി C14 എന്ന് പറയുന്ന ഐസോടോപ്പ് നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്, ഇതൊരു റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പാണ്. റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പാണ് ഇത്. നമ്മൾ ഈ ഫോസിലുകളുടെ ഒക്കെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ C14 ഐസോടോപ്പ് എന്ന് പറയുന്ന കാർബണിന്റെ ഈ മൂന്നാമത്തെ ഐസോടോപ്പ് നമ്മൾ എന്തിനുപയോഗിക്കും? ഫോസിലുകളുടെ ഏജിങ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതിന്റെ യൂസ് ഒന്ന് ചെറുതായിട്ട് പഠിച്ചു വെക്കും. ക്ലിയർ? ഐസോടോപ്പ് ക്ലിയർ ആയോ? സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ഐസോടോപ്പുകളുടെ, ചില എലമെന്റ്സിന്റെ ഐസോടോപ്പുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതെവിടെയൊക്കെയാണെന്നുള്ളത് ടെക്സ്റ്റിൽ ഒരു ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഫസ്റ്റ് കേസിൽ അയോഡിൻ 131. അയോഡിൻ 131 എന്ന് പറഞ്ഞാൽ ഈ 131 അതിന്റെ മാസ് നമ്പർ ആണ്. അയോഡിൻ മാസ് നമ്പർ 131 ഉള്ള ഐസോടോപ്പ് നമ്മൾ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കും, അതായത് തൈറോയിഡ് ഗ്ലാൻഡിന്റെ ട്രീറ്റ്മെന്റിന്, അതിനെന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റിനും അതിന്റെ ഫങ്ഷനിങ് ഒക്കെ എങ്ങനെയാണെന്നൊക്കെ പഠിക്കാനും നമ്മൾ ഉപയോഗിക്കുന്നതാണ് അയോഡിൻ 131. ഇനി യുറേനിയം 235 നമ്മൾ ആണവ നിലയങ്ങളിൽ ഇന്ധനങ്ങളായിട്ട്, ഫ്യുവലായിട്ട്, ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ ഫ്യുവലായിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കാം. അതേപോലെ കൊബാൾട്ട് 60 എന്ന് പറയുന്ന കൊബാൾട്ടിന്റെ ഐസോടോപ്പ് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ സോഡിയം 24 എന്തിനാണ് ഉപയോഗിക്കുന്നത്? ചില ഇൻഡസ്ട്രികളിലൊക്കെ പൈപ്പ് ലൈനിൽ എന്തെങ്കിലും ലീക്കേജ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി സോഡിയം 24 യൂസ് ചെയ്യാറുണ്ട്. ദെൻ അയേൺ 59. അയേൺ 59 എന്ന് പറഞ്ഞാൽ അനീമിയ എന്ന് പറയുന്ന രോഗം നിർണ്ണയിക്കാൻ, അനീമിയ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? അയേണിന്റെ ഈ 59 എന്ന് പറയുന്ന ഈ ഒരു ഐസോടോപ്പ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഒരു ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് അടുത്ത ആളാണ്. അത് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, കാണുന്നില്ലേ? ഇത് ആർഗൺ ആണ്. ആർഗൺ ഞാൻ വലുതാക്കി എഴുതാം. ആർഗൺ 1840 ആണ്. ഇവിടെ പൊട്ടാസ്യം 1940 ആണ്. ഇതാണെങ്കിൽ കാൽസ്യം 4020 ആണ്. ഇവര് തമ്മിൽ ഉള്ള സിമിലാരിറ്റിയും ഡിഫറൻസും ഒക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആദ്യം അതൊന്ന് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു ടേബിൾ ഫിൽ ചെയ്യും. ആർഗന്റെ കേസിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം, പ്രോട്ടോണിന്റെ എണ്ണം, ന്യൂട്രോണിന്റെ എണ്ണം, അറ്റോമിക് നമ്പർ, മാസ് നമ്പർ, ഐസോടോപ്പിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഇവിടെ ഒന്ന് ചെയ്യും. അപ്പൊ ആർഗൺ നോക്കൂ, പ്രോട്ടോണിന്റെ എണ്ണം കൊടുത്തിട്ടുണ്ട് 18. ദെൻ ഇലക്ട്രോൺ എത്ര എണ്ണമാണ്? അറ്റോമിക് നമ്പർ എത്രയാണോ അത്രയും തന്നെ, അപ്പം 18. ന്യൂട്രോൺ എത്രയാണ്? 22. ന്യൂക്ലിയസിനുള്ളിൽ കൊടുത്തിട്ടുണ്ട്. അറ്റോമിക് നമ്പർ 18 ആണ്. മാസ് നമ്പർ മീൻസ് 22 + 18 എത്ര വരും? 40. അല്ലെങ്കിൽ ഈ ഒരു റെപ്രസെന്റേഷനിൽ നിന്ന് തന്നെ മാസ് നമ്പർ കണ്ടുപിടിക്കാൻ. മുകളിലുള്ള നമ്പറാണ് 40. ഇനി പൊട്ടാസ്യം, പ്രോട്ടോണിന്റെ എണ്ണം 19 കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോൺ 19. ന്യൂട്രോൺ എത്രയാണ്? 21. Then atomic number 19. Then
എത്രയാണ് മാസ് നമ്പർ? 40. അതേപോലെ കാൽസ്യം 20 ആണ് പ്രോട്ടോണിന്റെ എണ്ണം. ഉണ്ടോ? ഇവിടെ കൊടുത്തിട്ടുണ്ട് ന്യൂക്ലിയസിനുള്ളിൽ. ഇലക്ട്രോൺ 20 ആണ്, ന്യൂട്രോൺ 20 ആണ്, അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ അറ്റോമിക് നമ്പർ എത്രയാണ്? 20 ആണ്. ദെൻ മാസ് നമ്പർ എത്രയാണ്? 40. ഇനി നിങ്ങൾ ഇതിന്റെ ഒരു സിമിലാരിറ്റി, ഈ മൂലകങ്ങളുടെ മാസ് നമ്പറിന്റെ പ്രത്യേകത എന്താണ്? എല്ലാം 40 ആണ്. സെയിം ആണ്, തുല്യമാണ്, സെയിം ആണെന്ന് ഇവിടെ എഴുതണം. സെയിം. അറ്റോമിക് നമ്പർ തുല്യമാണോ? നോക്കൂ, തുല്യമാണോ? അല്ല. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇവരില് മാസ് നമ്പർ സെയിം ആണ്, പക്ഷെ അറ്റോമിക് നമ്പർ ഡിഫറെന്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഗ്രൂപ്പ് ഓഫ് ആറ്റംസിനെ, ഇങ്ങനെയുള്ള സെയിം മാസ് നമ്പറും ഡിഫറെന്റ് അറ്റോമിക് നമ്പറും ഉള്ള ഇങ്ങനെയുള്ള ആറ്റങ്ങളെ നമ്മൾ പറയുന്നതാണ് ഐസോബാറുകൾ. അപ്പൊ ഇവര് 3 പേരും എന്താണ്? ഐസോബാർ ആണ്. ഐസോബാർ, സെയിം മാസ് നമ്പർ, ഡിഫറെന്റ് അറ്റോമിക് നമ്പർ. ക്ലിയർ ആയോ? ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഐസോബാർ എന്ന് പറഞ്ഞാൽ സെയിം മാസ് നമ്പർ, ഡിഫറെന്റ് അറ്റോമിക് നമ്പർ ഉള്ള ആറ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ? ഐസോബാറുകൾ. എന്നാൽ ഐസോടോപ്പുകൾ എന്ന് പറഞ്ഞാൽ സെയിം എന്താണ്? അറ്റോമിക് നമ്പർ ആയിരിക്കും, ഡിഫറെന്റ് മാസ് നമ്പർ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതേപോലെയുള്ള വേറൊരു ആളും കൂടെ ഉണ്ട്. അത് നിങ്ങളുടെ ഒരു എക്സ്ട്രാ റീഡിംഗ് ആയിട്ട് ടെക്സ്റ്റിൽ ഒരു കോളത്തിൽ കൊടുത്താണ്. അതെന്താണെന്നൊന്ന് ജസ്റ്റ് പറയാം. എക്സാമിനൊന്നും ചോദിക്കാൻ സാധ്യതയില്ല, എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയാണ്. ഇവിടെ ഞാൻ ടെക്സ്റ്റിൽ ഉള്ള കാര്യം തന്നെയാണ്. എന്താണ് ഐസോബാർ എന്ന്? സെയിം ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറും ഉള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ. ഓക്കെ, ഇനി അടുത്തതാണ്, ഇതൊരു എക്സ്ട്രാ റീഡിംഗ് ആയിട്ട് കൊടുത്തതാണ്. ഐസോടോൺ എന്താണെന്ന് നോക്കൂ. ഈ 2 ആറ്റങ്ങളും ഒന്ന് നോക്കാം. ഇവിടെ പ്രോട്ടോണിന്റെ എണ്ണം, ഇലക്ട്രോണിന്റെ എണ്ണം, ന്യൂട്രോണിന്റെ എണ്ണം ഒന്ന് കണ്ടുപിടിച്ച് നോക്കൂ. ഇലക്ട്രോൺ എത്രയാണ്? അറ്റോമിക് നമ്പർ തന്നെയാണ്. പ്രോട്ടോണും അത് തന്നെയാണ്. ദെൻ ന്യൂട്രോൺ എന്താണ്? 15 - 7 ചെയ്യണം. അപ്പൊ എത്ര കിട്ടും? 8 കിട്ടും. കാർബൺ 14 6. അപ്പം പ്രോട്ടോൺ 6, ഇലക്ട്രോൺ 6, ന്യൂട്രോൺ എത്രയാണ്? 14 - 6 എത്ര വരും? 8. അപ്പൊ ഇവര് തമ്മിലുള്ള സിമിലാരിറ്റി എവിടെയാണ്? ന്യൂട്രോണിന്റെ എണ്ണത്തിലാണ് അല്ലേ? അപ്പൊ 2 ആറ്റത്തിന് സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺ ആണെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് ആറ്റത്തിന് നമുക്ക് എന്തായിട്ട് പറയാം? ഐസോടോണുകൾ എന്ന് പറയും. അതിനൊരു എക്സാമ്പിൾ ആണ് ന്യൂട്രോണും നൈട്രജനും കാർബണും. അപ്പൊ സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ഓർത്ത് വെക്കാൻ നമുക്കൊരു സിമ്പിൾ ഉണ്ട്. നമുക്ക് ഓൺസ്. ഓൺസ് എവിടെയാണ്? ഓൺസ്. കണ്ടോ? ഇപ്പൊ സിമിലാരിറ്റി അങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ് ഓർത്ത് വെക്കുന്നത് പണ്ട് പഠിച്ച സമയത്ത്. അപ്പൊ ഓർത്ത് വെക്കുക, നമ്പർ ഓഫ് ന്യൂട്രോൺസിന്റെ എണ്ണം സെയിം ആണെങ്കിൽ ആ ആറ്റങ്ങളെ എന്തായിട്ട് പറയാം? ഐസോടോണുകൾ എന്നാണ് നമ്മൾ പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്, സ്ട്രക്ചർ ഓഫ് ആറ്റം അഥവാ ആറ്റത്തിന്റെ ഘടന എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ. അപ്പം നമ്മൾ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമുക്ക് വിലയിരുത്താം, അല്ലെങ്കിൽ ലെറ്റസ് ആക്സസ് എന്ന് പറയുന്ന ലാസ്റ്റ് പോർഷനിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് മുതലുള്ള ചാപ്റ്റർ ഒന്ന് ഫുള്ളായിട്ടൊന്ന് പഠിക്കുക. അതിനുശേഷം മാത്രം എന്ത് ചെയ്താൽ മതി? ആ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് പാർട്ട് മുതൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നോക്കൂ. എന്താണ് തന്മാത്ര, എന്തൊക്കെയാണ് ഓരോ മോളിക്യൂൾസും തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെ മനസ്സിലാക്കാം, ദെൻ ഫസ്റ്റ് ഡിസ്ചാർജ് ടു പരീക്ഷണം എന്താണ്, ഇലക്ട്രോൺ ആൻഡ് ആ ഒരു ഡിസ്കവറി എങ്ങനെയാണ്, എന്താണ് ഈ എക്സ്പെരിമെന്റ്, ഇതിൽ നിന്ന് കാഥോഡ് റേസിന്റെ പ്രോപ്പർട്ടീസ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് കണ്ടുപിടിച്ചത്, ദെൻ ഇലക്ട്രോൺ ആര് ഡിസ്കവർ ചെയ്തു, പിന്നെ പ്രോട്ടോണിന്റെ ഡിസ്കവറി, അതിന്റെ കുറേ പോയിന്റ്സ് ഉണ്ട്, അതൊക്കെ പഠിക്കുക. ദെൻ കനാൽ രശ്മികൾ എങ്ങനെയാണ്, ആരാണ് പ്രോട്ടോൺ എന്ന് വിളിച്ചത്,
പിന്നെ ജെ തോംസന്റെ ആറ്റം മോഡൽ, ദെൻ റുദർഫോർഡ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റിന്റെ ഒബ്സർവേഷൻ പഠിക്കണം, അസംഷൻ പഠിക്കണം, ദെൻ അവസാനം കൺക്ലൂഷൻസ് നോക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ലിമിറ്റേഷൻ എന്താണെന്നുള്ളത് അത് ചോദിക്കും, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ന്യൂട്രോൺ ആരാണ് കണ്ടെത്തിയത്, അതുമായിട്ടുള്ള റിലേറ്റഡ് പോയിന്റ്സ് നോക്കുക. ദെൻ ലാസ്റ്റ് നീൽസ് ബോറിന്റെ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ആ ഒരു ആറ്റം മോഡൽ എന്താണ്, അതിന്റെ മെയിൻ പോയിന്റ്സ് എല്ലാം നോക്കുക. അതിനോടനുബന്ധിച്ചിട്ടുള്ള ബാക്കി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ്, ആറ്റത്തെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, എന്താണ് അറ്റോമിക നമ്പർ, എന്താണ് മാസ് നമ്പർ. ഓക്കെ, ലാസ്റ്റ് പോർഷൻ കുറച്ചും കൂടെ സിമ്പിൾ ആണ്. ദെൻ എങ്ങനെയാണ് ആ റൂൾസ് ഫോളോ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ചില റൂൾസ് ഒക്കെ ഫോളോ ചെയ്യണം, അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ദെൻ അവസാനം നമ്മൾ പറഞ്ഞ ആ ഒരു സ്ട്രക്ചറൽ റെപ്രസെൻറ്റേഷൻ, ആറ്റത്തെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം അത് നോക്കുക. ദെൻ പിന്നെ പറഞ്ഞ ഐസോടോപ്പുകൾ എന്താണ്, ഐസോബാറുകൾ എന്താണ്. പിന്നെ ഈ ഒരു ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഐസോടോപ്പിന്റെ ഉപയോഗം, യൂസസ് എന്തൊക്കെയാണെന്നുള്ളത്, ഐസോബാറുകൾ എന്താണ്. ലാസ്റ്റ് ഈ ഐസോടോൺ ഒരു എക്സ്ട്രാ റീഡിംഗ് ആണ്, എന്നാലും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഈ ലാസ്റ്റ് പാർട്ടാണ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് പാർട്ട് മുതലേ കണ്ടു തുടങ്ങുക. കണ്ടിട്ട് ഓരോ പാർട്ടിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഞാൻ ഈ ഒരു PDF രൂപത്തിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് നോട്ടായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. ഓക്കെ, എല്ലാ പോയിന്റ്സും ടെക്സ്റ്റിലെ എല്ലാ പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആയിരുന്നു ഇത്. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനും ആർക്കൊക്കെ ഈ ചാപ്റ്റർ ആവശ്യമുണ്ടോ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒരു ലൈക്കും കൂടെ തരണം. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കി നമ്മൾ ഇതിൻ്റെ ഫോളോ അപ്പ് ആയിട്ടുള്ള ഒരു എക്സസൈസ് പാർട്ട് ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം അതും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ചെയ്യാൻ നിങ്ങൾ തനിയെ ഒന്ന് ചെയ്യുക, അതിന് ശേഷം മാത്രം ആ വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾ ചെയ്ത തെറ്റെന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പം ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു.